ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കുന്നത് +2 പൊളിറ്റിക്കൽ സയൻസിലെ 8ാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, റീജിയണൽ ആസ്പിറേഷൻസ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഷോർട്ട് എസ്സേ ചോദ്യമാണ് കേട്ടോ. നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ക്രിസ്മസ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ചോദ്യം കാശ്മീർ ഇഷ്യൂ ആണ്. മീൻസ് നമ്മുടെ ജമ്മു കാശ്മീരിലുണ്ടായ പ്രശ്നം എന്തായിരുന്നു എന്നുള്ളതാണ്. ഇത് നമ്മുടെ ആ ഒരു ഇൻഡിപെൻഡൻസ് ഒക്കെ കിട്ടി ആ ഒരു ടൈം ഉണ്ടല്ലോ, മീൻസ് നമ്മൾ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സഷനൊക്കെ കൊണ്ടുവരുന്ന ഒരു സമയത്തുണ്ടായ കാശ്മീരിലുണ്ടായ ഒരു പ്രശ്നത്തെ പറ്റിയിട്ടാണ് നമ്മളിവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. 4, 5, 6 മാർക്കിനൊക്കെ നമുക്ക് സ്ഥിരം എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ആക്കാതെ തന്നെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, പഠിക്കാം. മീൻസ് കാശ്മീർ ഇഷ്യൂ. അപ്പോൾ അതായത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇൻഡിപെൻഡൻസ് ഒക്കെ കിട്ടിയ ആ ഒരു ടൈമിലുള്ള കാശ്മീരിൻ്റെ ഒരു ഇഷ്യൂവിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അന്നേരം നമ്മുടെ കാശ്മീരിൻ്റെ രാജാവായിരുന്നു രാജാ ഹരിസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, രാജാ ഹരിസിംഗ് ആയിരുന്നു കാശ്മീരിലെ ഭരണാധികാരി എന്ന് പറയുന്നത്. ഒരു ഹിന്ദു റൂളറായിരുന്നു കേട്ടോ. ഒരു ഹിന്ദു റൂളറായിരുന്നു രാജാ ഹരിസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രാജാ ഹരിസിംഗിൻ്റെ ഒരു നിലപാടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അതായത് ഈ നാട്ടുരാജ്യങ്ങൾക്കെല്ലാം ഒരു പ്രൊവിഷൻ കൊടുക്കുകയാണ്. അതായത് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഇന്ത്യയിൽ നിൽക്കാം, അല്ലെങ്കിൽ പാകിസ്ഥാനിലോട്ട് ജോയിൻ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ എന്താക്കാം, സ്വതന്ത്രമായിട്ട് നിൽക്കാം എന്നുള്ള ഒരു ഓപ്ഷൻസ് നാട്ടുരാജ്യങ്ങൾക്ക് കൊടുക്കുന്നതായിട്ട് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഓർക്കുന്നുണ്ട് ആ ഒരു കാര്യം എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അന്നേരം രാജാ ഹരിസിംഗ് ഈ ഒരു ഓപ്ഷൻ കിട്ടിയപ്പോൾ രാജാ ഹരിസിംഗ് പറഞ്ഞു, നമ്മുടെ കാശ്മീരിനെ നമുക്ക് ഇന്ത്യയിലോട്ട് കൊടുക്കണ്ട, അതുമാത്രമല്ല പാകിസ്ഥാന് നമുക്ക് വിട്ടുകൊടുക്കണ്ട, നമുക്ക് സ്വതന്ത്രമായിട്ട് നിൽക്കാം, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു രാഷ്ട്രമായിട്ട് നിൽക്കാമെന്നായിരുന്നു രാജാ ഹരിസിംഗ് വിചാരിച്ചുകൊണ്ടിരുന്നത്. മനസ്സിലായോ? അപ്പോൾ രാജാ ഹരിസിംഗ് കാശ്മീരിനെ ഇന്ത്യയിലോട്ടും കൊടുത്തില്ല, പാകിസ്ഥാനിലോട്ടും കൊടുത്തില്ല, സ്വതന്ത്രമായിട്ട് നിൽക്കാമെന്നുള്ള ഒരു നിലപാടിൽ അങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുകയായിരുന്നു രാജാ ഹരിസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു നിലപാട് നമ്മൾ ആദ്യമേ എഴുതുക. രാജാ ഹരിസിംഗ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനായിരുന്നു താല്പര്യപ്പെട്ടത് എന്നുള്ളൊരു കാര്യം നമ്മൾ എഴുതുക. എന്നിട്ട് അപ്പോൾ അങ്ങനെ നിന്ന സമയത്താണ് പാകിസ്ഥാൻ നോക്കിയപ്പോൾ പാകിസ്ഥാന് മനസ്സിലാവുകയാണ് കാശ്മീരിലുള്ള ഭൂരിഭാഗം ആൾക്കാരും ജനങ്ങളും എന്താണ്, അവരെല്ലാം മുസ്ലിങ്ങളാണ്. ഓക്കെ, മുസ്ലിംസാണ് കൂടുതലും കാശ്മീരിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ പറയാണ്, മുസ്ലിംസ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ കാശ്മീർ ഞങ്ങൾക്ക് വേണം, പാകിസ്ഥാന് വേണം എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാൻ മുന്നോട്ട് വരികയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ എന്താണ്, അങ്ങനെ പാകിസ്ഥാൻ ഒക്ടോബർ 1947 ആ ഒരു ഇൻഡിപെൻഡൻസ് കിട്ടിയ ആ ഒരു സമയമാണ് കേട്ടോ. ദറ്റ് ഈസ് അങ്ങനെ ഒക്ടോബർ 1947 പാകിസ്ഥാൻ എന്ത് ചെയ്യാണ്, പാകിസ്ഥാൻ ഒരു ആക്രമണം നടത്തുകയാണ് കാശ്മീരിനെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മറ്റേ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ ഈ ഇടക്കാലത്തുണ്ടായില്ലേ. അപ്പോൾ ഇത് വളരെ എന്താ പറയുക, ഇൻഡിപെൻഡൻസ് കിട്ടിയ സമയത്തുള്ള ആക്രമണമാണ്. ഇത് എപ്പോഴും ഉള്ളത് തന്നെയാണ് ഈ ഒരു പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് കാശ്മീർ പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം എന്ന് പറയുന്നത്. അതൊക്കെ വിട്ടോ. എന്തായാലും 1947 അങ്ങനെ ഒരു ആക്രമണം നടക്കുകയാണ്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രൈബൽ ഇൻഫിൽട്രേറ്റേഴ്സ്, മീൻസ് ഗോത്ര വിഭാഗത്തിലുള്ള നുഴഞ്ഞുകയറ്റക്കാരുണ്ടല്ലോ, അങ്ങനെ ഉള്ള ആൾക്കാരെ കയറ്റിവിട്ടിട്ടാണ് ആക്രമണം നടത്തുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആക്രമണം നടത്തിയതിന് ഒരു പേര് അവർ പറയുന്നുണ്ട്. ഈ കാശ്മീർ അവർ പിടിച്ചെടുക്കാൻ ശ്രമിച്ചതിന് ഓപ്പറേഷൻ ഗിബ്രാൾട്ടാർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് 1 വേർഡും ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ പാകിസ്ഥാൻ കാശ്മീർ പിടിച്ചെടുക്കാൻ നടത്തിയ ഓപ്പറേഷന് പറയുന്ന പേരാണെന്ത്, ഓപ്പറേഷൻ ഗിബ്രാൾട്ടാർ എന്ന് പറയുന്നത്. ഇനി ആ ഒരു ഓപ്പറേഷൻ ഗിബ്രാൾട്ടാറിൻ്റെ ഫലമായിട്ട് കുറച്ച് കാശ്മീരൊക്കെ അവരുടെ കയ്യിലാവുകയും ചെയ്തു. അതിനെയാണ് നമ്മൾ ആസാദ് കാശ്മീർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടേംസുകളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തായാലും രാജാ ഹരിസിംഗ് ഇങ്ങനെ സ്വന്തമായിട്ട് നിൽക്കാമെന്ന് വിചാരിച്ച സമയത്താണ് പാകിസ്ഥാൻ വന്നിങ്ങനെ ആക്രമണം നടത്തുന്നത്. കുറച്ച് ഭാഗം അവരുടെ കയ്യിലാവുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ എന്തായാലും ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആർക്ക് വരികയാണ്, രാജാ ഹരിസിംഗിന് വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് രാജാ ഹരിസിംഗ് എന്ത് ചെയ്യാണ്, ഇന്ത്യയോട് സഹായം ചോദിക്കുകയാണ്. ഓക്കെ, സീക്ക് ഹെൽപ്പ് എന്ന് ഞാൻ എഴുതിയിട്ടുള്ളൂ, ഇന്ത്യയോടാണ് സഹായം ചോദിക്കുന്നത് കേട്ടോ. മീൻസ് ഇന്ത്യയിലെ മിലിറ്ററീനെ അങ്ങോട്ട് അയക്കുമോ, ഒന്ന് രക്ഷിക്കുമോ ഞങ്ങളെ എന്ന് പറഞ്ഞിട്ട് സഹായം ചോദിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ ഈ ഒരു തക്കം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. കാരണം രാജാ ഹരിസിംഗ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണമെന്ന് വിചാരിച്ചിരുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ സഹായം ചോദിച്ചപ്പോൾ ഇന്ത്യ പറഞ്ഞു, നിങ്ങൾ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സഷനിൽ സൈൻ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ സഹായിക്കാം എന്നാണ് ഇന്ത്യ പറഞ്ഞത്. മനസ്സിലായോ? അതായത് ലയന കരാറാണല്ലോ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സഷൻ. മീൻസ് ഇതിനകത്ത് സൈൻ ചെയ്യാൻ മീൻസ് കാശ്മീരിനെ ഇന്ത്യയിലോട്ട് വിട്ടു തരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഞങ്ങൾ മിലിറ്ററി ഇറക്കി അവിടെ നിങ്ങളെ രക്ഷിക്കാമെന്ന് ഇന്ത്യ അവിടെ നിലപാടെടുക്കുകയാണ്. അങ്ങനെ അവർക്ക് രാജാ ഹരിസിംഗിന് വേറെ നിവൃത്തിയില്ല. അങ്ങനെ കാശ്മീർ ആരുടെ കയ്യിലോട്ട് വരികയാണ്, ഇന്ത്യയുടെ കയ്യിലോട്ട് വരികയാണ്. എങ്ങനെ, ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സഷൻ അദ്ദേഹം സൈൻ ചെയ്യുന്നതിൽ മുഖേന. ഓക്കെ, ലയന കരാറിൽ ഒപ്പുവെച്ച് കാശ്മീർ ഇന്ത്യയിലോട്ട് തന്നതിന് ശേഷം മീൻസ് അങ്ങനെ വിട്ടു തരികയാണ്. അങ്ങനെ ഇതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഉടനെ തന്നെ
ഇന്ത്യ വാക്ക് പാലിക്കുന്നുണ്ട്, മിലിറ്ററി ഫോഴ്സ് കാശ്മീരിലോട്ട് ഇറക്കുന്നുണ്ട്, അവിടെ പാകിസ്ഥാനെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, തുരത്തി ഓട്ടിക്കുന്നുണ്ട്. ഓക്കെ, അവരെല്ലാം മാറ്റുന്നുണ്ട്. അങ്ങനെ മാർച്ച് 1948 തൊട്ട് പിറ്റേ വർഷം 47 അറ്റാക്ക് നടത്തുന്നു. 48 അവിടെ കാശ്മീർ ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗം ആയി എന്നുള്ളത് മനസ്സിലാക്കുക. അവിടെ ഷെയ്ഖ് അബ്ദുള്ള അവിടുത്തെ പ്രൈം മിനിസ്റ്ററായിട്ട് വരികയാണ്. ഷെയ്ഖ് അബ്ദുള്ളയുടെ പാർട്ടിയാണ് നാഷണൽ കോൺഫറൻസ്. ഈ ഒരു പാർട്ടി നിങ്ങൾ ഇപ്പോഴും ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നാഷണൽ കോൺഫറൻസ് ആണ് ഷെയ്ഖ് അബ്ദുള്ളയുടെ പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് കാശ്മീരിൽ ഒരു പ്രൈം മിനിസ്റ്റർ വരുന്നത്. അപ്പോൾ കാശ്മീരിൽ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആരാണ്? ഷെയ്ഖ് അബ്ദുള്ളയാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് നാഷണൽ കോൺഫറൻസ്, അല്ലെങ്കിൽ നമുക്ക് NC എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, നാഷണൽ കോൺഫറൻസ് എന്ന് പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, പക്ഷേ എവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, ഞാൻ പറഞ്ഞത് കാശ്മീരിലെ പ്രൈം മിനിസ്റ്റർ എന്നാണ് പറഞ്ഞത്. ഓക്കെ, സാധാരണ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിനകത്തെ ഒരു സ്റ്റേറ്റിന് ഒരു പ്രൈം മിനിസ്റ്റർ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാറില്ല. നമ്മൾ എന്താണ് ചീഫ് മിനിസ്റ്റർ എന്നല്ലേ പറയാറുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ജമ്മു കാശ്മീർ ഇന്ത്യയിലോട്ട് യോജിപ്പിച്ചെങ്കിലും അത് ചില പ്രത്യേക പ്രൊവിഷൻസ് ജമ്മു കാശ്മീരിന് അലോട്ട് ചെയ്തതിന് ശേഷമാണ് കൂട്ടിച്ചേർത്തത്. അതാണ് ആർട്ടിക്കിൾ 370 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 370 പ്രകാരം ജമ്മു കാശ്മീർ ഒരു പ്രത്യേക പദവി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് അവിടെ പ്രത്യേക പ്രൈം മിനിസ്റ്റർ, അവർക്ക് പ്രത്യേക കോൺസ്റ്റിറ്റ്യൂഷൻ, അവർക്ക് പ്രത്യേക അധികാരങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അവർക്കൊരു എന്താ പറയുക, ഒരു സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് ഒരുപാട് ജമ്മു കാശ്മീരിന് ഒരുപാട് അധികാരം കൊടുക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 370 എന്ന് പറയുന്നത്. പക്ഷേ എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, 2019 നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ എന്ത് ചെയ്തു, 370 എന്ന് പറയുന്ന ആർട്ടിക്കിൾ അബോളിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അവർക്ക് കാശ്മീരിന് ഇത്തരത്തിലൊരു പ്രത്യേക പദവിയൊന്നും ഇല്ല. ആർട്ടിക്കിൾ 370 നിലവിൽ ഇപ്പോൾ നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് നിലവിൽ ഇല്ല എന്നുള്ള ഒരു വസ്തുത കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്ത് എഴുതുമ്പോഴാണ് കാശ്മീർ ഇഷ്യൂ കംപ്ലീറ്റ് ആവുക. എന്താണ് പറഞ്ഞത്, നമുക്കൊന്നുകൂടി ഒന്ന് റിവിഷൻ അടിക്കാം. നോക്കൂ, കാശ്മീർ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ആ ഇൻഡിപെൻഡൻസ് സമയത്തുള്ള ഇഷ്യൂ ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ കാശ്മീരിലെ ഒരു ഹിന്ദു ഭരണാധികാരിയായിരുന്നു രാജാ ഹരിസിംഗ്. രാജാ ഹരിസിംഗിന് ഇഷ്ടം സ്വതന്ത്രമായിട്ട് നിൽക്കാനായിരുന്നു. പാകിസ്ഥാനിലോട്ടും പോകണ്ട, ഇന്ത്യയിലോട്ടും വരണ്ട, കാശ്മീരിനെ സ്വതന്ത്രമായിട്ട് ഭരിച്ചു പോകാമെന്നുള്ളൊരു ഒരു മോഹമായിരുന്നു ആർക്കുണ്ടായിരുന്നത്, രാജാ ഹരിസിംഗിന് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഒക്ടോബർ 1947 പാകിസ്ഥാൻ അവിടെ അതിക്രമിച്ച് കയറി അവിടെ കാശ്മീരിനെ പിടിച്ചെടുക്കാൻ എന്ത് ചെയ്യുന്നത്, ശ്രമിക്കുന്നത്. എന്ത് പറഞ്ഞിട്ടാണ് പാകിസ്ഥാൻ വന്നത്, കാശ്മീരിൽ കൂടുതൽ മുസ്ലിങ്ങളാണല്ലോ ഉള്ളത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വിട്ടുതരിക എന്ന് പറഞ്ഞൊരു നിലപാടിലാണ് പാകിസ്ഥാൻ വന്നത്. ട്രൈബൽ ഇൻഫിൽട്രേറ്റേഴ്സിനായിരുന്നു അവർ പറഞ്ഞയച്ചത്. അതിന് പറഞ്ഞൊരു ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ ഗിബ്രാൾത്താർ എന്ന് പറയുന്നത്. പാകിസ്ഥാൻ കാശ്മീരിനെ പിടിച്ചെടുക്കാൻ വേണ്ടി നടത്തിയ പേരാണ് ഓപ്പറേഷൻ ഗിബ്രാൾത്താർ. അങ്ങനെ കാശ്മീരിൻ്റെ കുറച്ച് ഭാഗം അവരുടെ കയ്യിലായി. ആ ഭാഗത്ത് പറയുന്ന പേരാണ് ആസാദ് കാശ്മീർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോൾ രാജാ ഹരിസിംഗിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിക്കുന്നത്. അപ്പോൾ ഇന്ത്യ പറഞ്ഞു, ഇൻസ്ട്രുമെൻറ്റ് ഓഫ് അക്സഷനിൽ ഒപ്പിട്ടാൽ ഞങ്ങൾ എന്ത് ചെയ്യാം, സഹായിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ലേന കരാറിൽ രാജാ ഹരിസിംഗ് വന്നിട്ട് ഒപ്പിടുന്നു. കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി മാറുന്നു. ഇന്ത്യ പോയി മിലിറ്ററി ഇറക്കി അവിടെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, പാകിസ്ഥാനെല്ലാം ഓട്ടിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ 1948 മാർച്ച് മാസത്തിൽ ഷെയ്ഖ് അബ്ദുള്ള ജമ്മു ആൻഡ് കാശ്മീരിൽ ആദ്യത്തെ പ്രൈം മിനിസ്റ്ററായിട്ട് വരുന്നു. ഷെയ്ഖ് അബ്ദുള്ളയുടെ പാർട്ടിയാണ് നാഷണൽ കോൺഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ആർട്ടിക്കിൾ 370 പ്രകാരമാണ് നമ്മുടെ കാശ്മീർ ഇന്ത്യയിലോട്ട് മീൻസ് യോജിപ്പിച്ച് ചേർത്തത്. 370 എന്ന് പറയുമ്പോൾ നമ്മുടെ ജമ്മു കാശ്മീരിന് കുറച്ച് സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുക്കുന്ന ആർട്ടിക്കിളാണ്. എന്നാൽ 2019 നിലവിൽ 370 എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാൻസൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളൊന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് ഇതിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്തൊന്ന് എഴുതി കഴിഞ്ഞാൽ സുഖമായിട്ട് ഇത് എത്ര മാർക്കിന് ചോദിച്ചാലും നിങ്ങൾക്ക് അത്രയും ഫുൾ മാർക്ക് ഇവിടെ അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ. ഇതാണ് കാശ്മീർ ഇഷ്യൂ എന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. വേറെ ഏതെങ്കിലും ടോപ്പിക്സ് ഇതുപോലെ എടുക്കണമെന്നുണ്ടെങ്കിൽ, ക്ലാസ് ഇടണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, മാക്സിമം നമ്മൾ ഫാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു.